ഈ സാമ്പാറിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ ഈ എടുത്തിട്ട് സാമ്പാർ, ചോറ്, പപ്പടം, ഈ ചമ്മന്തിപ്പൊടി ഇങ്ങനെ വെച്ചിട്ട് അടിപൊളി. അമ്മ അവിടെ അച്ഛന് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ കൂട്ടിച്ചാടുന്നവരുണ്ടോ കേട്ടോ. അമ്മൂസ് സ്വന്തം പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഭക്ഷണമൊക്കെ. അത് ഓസ്ട്രേലിയൻ ഗൂഗിൾ, ഞങ്ങൾ ഓസ്ട്രേലിയയുടെ ഇതായിട്ടുണ്ടത്. ശരിക്കും നോക്കി കാണിച്ചേ. ഓസ്ട്രേലിയ കണ്ടോ? ടെൻഷനായി ഗൈസ്. കൃപയ്ക്ക് വീഡിയോ എടുത്തപ്പോഴേ ഇപ്പം മറ്റേ കറക്റ്റ് ഒന്നും പരത്താൻ പറ്റാതെ. ഹലോ, ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമുക്ക് തുടങ്ങിയാലോ? V4 വെറൈറ്റി വൈബ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ബബ്ലൂസ് നാരങ്ങ. അമ്മമ്മയുടെ ഇല്ലത്തേക്ക് പോയിരുന്നു. അപ്പോൾ വന്നപ്പോൾ കൊണ്ടു തന്നത് ബബ്ലൂസ് നാരങ്ങ. അഡ്രസ്സിൽ ഇത് എനിക്കും കൃപയ്ക്കുള്ള തട്ട് ദോശ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തട്ട് ദോശ, സാമ്പാർ. അമ്മ അവിടെ അച്ഛന് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ ഒരു ഹായ് പറയൂ. ഇത് ഇവിടെ മറ്റേ അമ്മൂസ് സ്കൂളിൽ പോകാൻ റെഡി. അപ്പോൾ അമ്മൂസ് സ്വന്തം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണമൊക്കെ. ഇന്ന് പിള്ളേർക്ക് തട്ട് ദോശയാണ് ഉണ്ടാക്കി കൊടുത്തത്. തട്ട് ദോശയും സാമ്പാറും. ഇഷ്ടായോ? ആ, ധ്രുവിൻ്റെ അവിടെ ഉണ്ട്. അമ്മൂസിന് അവിടെ തന്നെ പാക്ക് ചെയ്യണം. ഇതെന്താ സാധനം? ലൂബിക്കാണോ? അമ്മമ്മ ലൂബിക്ക ഉണ്ടെന്നായിരുന്നു. അമ്മ അത് പിക്കിളിട്ട് വെച്ച് തോന്നുന്നു. അല്ല, പുളി ഉണ്ടല്ലേ? പുളിയുണ്ട്, ചവർപ്പ്. നന്നായി കഴിച്ചോട്ടോ. പക്ഷെ ഇതാ പിക്കിളാക്കിയ സ്വണ്ടാവും. കൃപേ ബാക്ക് വാഷ് ചെയ്യാൻ പോവാണ്. ഞങ്ങളെ വീടിന്റെ ബാക്കിൽ വന്നപ്പോ ഞെട്ടിപ്പോയി ഗൈസ്. കണ്ടോ ഇലകള്? ഇലകളെ ആലിനും ഇവിടെ ഈ ആലുണ്ടല്ലോ, അമ്പലത്തിന്റെ ആലുണ്ടാവണ്ടേ, നിറച്ച ഇലകളെ ആടും. കണ്ടോ? 2 ദിവസം മുന്നേ ഇവിടെ അടിച്ചു വരുത്. അപ്പൊ നോക്കി നോക്കൂ, കൃപയ്ക്ക് അടുത്ത പണി. എന്തായാലും അല്ല, ആദ്യം ഇത് അടിച്ചു വരണോ? വെള്ളമായി കഴിഞ്ഞാ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടില്ല, ഇല കിട്ടില്ല. അല്ല വേണ്ട, പിന്നെ അടിച്ചു വരാം. വെയിലുണ്ട്. ഇത് കണ്ടപ്പോ ഞെട്ടിയില്ലേ? അല്ല, വൈകുന്നേരം ചെയ്യാം. അപ്പൊ നല്ലത്. അല്ലെങ്കിൽ ആകെ വേർക്കും. ഇവിടെ വെള്ളമൊക്കെ മോശമാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മളിവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഇവിടെ വീട്ടിൻ്റെ ബാക്കിൽ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. കാരണം വെള്ളം മോശമാവുകൊണ്ട്. ഇലയാണ് ഒരു രക്ഷയില്ലാത്തത്. അല്ല, കൃപയ്ക്ക് നല്ല എക്സസൈസാണ്. നമ്മളെല്ലാ തിങ്കളാഴ്ച അല്ലേ ഇത് ചെയ്യാറ്. കഴിഞ്ഞ ആഴ്ച മറന്നുപോയി. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണം എന്നാണ് ബാക്ക് വാഷ്. അപ്പോൾ കുറേ ചളി പോവും. 2 സിലിണ്ടർ വെക്കണം അല്ലേ? ഒരെണ്ണം മുകളിലേക്ക്, ടാങ്കിന്റെ മുകളിലേക്ക് പോകുമ്പോഴും തിരിച്ച് വരുമ്പോൾ അന്വേഷിച്ചോ കേട്ടോ. അത് നമ്മൾ ഒരെണ്ണേ വെച്ചിട്ടുള്ളൂ. ഈ വെള്ളത്തിന് കളറൊക്കെ പോയിട്ടാ ഈ പ്രാവശ്യം പറയുമ്പോ 4 ദിവസമായിട്ടുള്ളോ ഗൈസ്. വെള്ളത്തിന്റെ കളർ കണ്ടില്ലേ ഗൈസ്? ചളി ഉണ്ടോ? ചളി. ഇത് മൊത്തം നല്ല ക്ലീൻ വാട്ടർ ആവും. ആഴ്ചയിൽ ഒരു ദിവസം ബാക്ക് വാഷ് ചെയ്യണം. അല്ല, പക്ഷെ ഇത് നമ്മൾ ഒരാഴ്ച അല്ല, നമ്മൾ 4 ദിവസം മുന്നേ ക്ലീൻ ചെയ്തിട്ടും ഇതൊരു ചളിയാ. ഞങ്ങൾ ഉള്ളിലൊരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട് പുറമെ. ഇത് ചെയ്താലും ഉള്ളിലും ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഇതെല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ കേട്ടോ. നല്ല ചളി വെള്ളമാണ് ഇവിടെ വരുന്നത്. അല്ലെ, ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ചളി ഓൾറെഡി വന്ന് ഇതായി നിൽക്കണമല്ലേ, അത് പോണതാണ്.
അത്ര ചളി കിണറ്റിലില്ല. അതേ പൂട്ടിച്ചാടുന്നവരുണ്ടോ കേട്ടോ. രണ്ടാമത്തെ മണിക്ക് ഇല്ല ഇത് വരൂ. എൻ്റെ മൗഗ്ലി ആടുന്ന പോലെ അടാൻ പറ്റും. പിന്നെ നേരെ അമ്പലത്തേക്ക് എത്തും. പൊട്ടുവോ? തൂങ്ങിയ ഒന്ന് നോക്കി നോക്ക്. രണ്ടാമത്തെ മണിക്ക് കണ്ടാട്ടോ അത് പൊട്ടി കഴിഞ്ഞാ വേണ്ട 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 പൊട്ട് 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 പൊട്ട്. രണ്ടാമത്തെ മണി ഈ ആലുമന്ന് ഇങ്ങനെ ഇറങ്ങുന്ന വേരുകളാണ്. ഞാനൊരു ദിവസേ പാമ്പ വിരിച്ചു. ആ പാക്ക് നോക്കി പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ടാവില്ലേ എന്തോ തൂങ്ങി കിടക്കണാണിപ്പോ. ഞാൻ പെട്ടെന്ന് എന്തോ ക്ലീൻ ആയില്ലേ? ഇതുണ്ടോ ഗൈസ്, ഇപ്പോൾ വെള്ളം നല്ല ക്ലീൻ ആയില്ലേ? നേരത്തെ കണ്ട വെള്ളം ഇപ്പോഴത്തെ വെള്ളം നോക്കി വ്യത്യാസം. അപ്പം നമുക്ക് കൃപേനെ നിനക്ക് കുളിപ്പിച്ചാലോ? അയ്യോ ഞാൻ കുളിപ്പിച്ചു തരാം. ഫ്രീ ആയിട്ട് കുളിക്കാം നിനക്ക്. ഞാൻ വേണമെങ്കിൽ തിരിച്ചാക്കി തരാം. വേണ്ട, അങ്ങോട്ട് മുഖത്തേക്ക് വെക്കാൻ മതി. ഒന്ന് കുളിപ്പിക്കട്ടെ? അല്ലേ വേണ്ട. സമയം 12 മണി കഴിഞ്ഞു. എനിക്കും കൃപയ്ക്കും വിശന്ന് തുടങ്ങി. ഇവിടെ ഓരോ സമയത്താണ് ഓരോരുത്തർക്ക് ഫുഡ്. അച്ഛന് 1 മണിയാവണം. ഇന്നത്തെ വിഭവങ്ങൾ പപ്പടം ഉണ്ട്, സാമ്പാർ, ചെറുപയർ, അതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറ്, പിന്നെ അവിടെ പിക്കിളിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോകാം കേട്ടോ. സാമ്പാർ എനിക്ക് ഇഷ്ടമല്ലോ. എനിക്ക് ഉപ്പേരി സെക്കൻഡ് മതി. ചിലപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം സാമ്പാർ കൂട്ടി ഭക്ഷണം കഴിക്കും, എന്നിട്ട് മോര് കൂട്ടിയിട്ട് അതിൽ ഉപ്പേരി കൂട്ടും. ഇത് കണ്ടോ ചമ്മന്തിപ്പൊടിയാണിത്. ഇത് ധ്രുവിന് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തിപ്പൊടി. ഈ നാളികേരം കൊണ്ട് ഉണ്ടാക്കില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിശുക്കില്ല, ഇതിൽ കുറച്ചുള്ളൂ. അപ്പം പപ്പടം, എനിക്ക് പപ്പടം കഴിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വയറ് വേദനിക്കും. പപ്പടം കൂട്ടുമ്പോ 1-2 കൂട്ടാൻ വേണോ? ഞാനൊരു 10 രൂപ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഞാനത് കഴിക്കട്ടോ. എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. ഈ സാമ്പാറിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ, ഈ എടുത്തിട്ട് സാമ്പാർ, ചോറ്, പപ്പടം, ഈ ചമ്മന്തിപ്പൊടി ഇങ്ങനെ വെച്ചിട്ട് അടിപൊളി. പറയാൻ പേര് അടിപൊളിയാണ്. ഇത് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയാ അമ്മ ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, പിന്നെ കുറച്ച് മസാലപ്പൊടി അങ്ങനെ എന്തോ വെച്ചുണ്ടാക്കിയ സാധനം തോന്നുന്നു. സോണ്ടല്ലേ ഈ ഉരുളി കഴിച്ചിട്ട് പറയും. എങ്ങനെയുണ്ട് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. അടിപൊളിയല്ലേ? ഇതിൻ്റെ റെസിപ്പി പിന്നെ ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. അച്ഛനവിടെ കഴിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ സമയം 1 മണിയാണ്. ഞങ്ങളാദ്യം കഴിക്കും. അമ്മ ഇപ്പുറത്ത് ഭക്ഷണം കഴിച്ച് എണീക്കാനുള്ള പരിപാടിയാണ്. കൃപ എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഒന്ന് പോയി നോക്കട്ടെ മുകളിൽ. കൃപ കിടന്നുറങ്ങാണ് തോന്നുന്നുണ്ട്. അലോൺ അലോൺ, ഉച്ചറക്കല്ല. ഉച്ചയ്ക്ക് ഉറങ്ങാടൊന്നുമില്ല ഞാൻ. അതല്ല, നമുക്ക് ഷോർട്സ് എടുക്കണ്ടേ? എല്ലാം കണ്ടന്റ് തപ്പിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഷോർട്സ് എടുക്കണം എന്ന് വിചാരിക്കണ്ടേ. കണ്ടന്റ് ഒന്നുമല്ല, വേറെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ പറ്റിക്കാണ് ഗൈസ്. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. നമുക്ക് അല്ല എടുക്കല്ലേ, ഷോർട്സ് എടുക്കണ്ടേ? വൈകിട്ട് കുറച്ച് നേരം ആലോചിക്കും. വൈകിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചോളൂ. ഞാനിവിടെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നാലോചിക്കാം. ഇന്ന് ഒരു ഷോർട്സ് എടുക്കണം വിചാരിച്ചിട്ടാണ്. അപ്പം നോക്കട്ടെ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷോർട്സ് കൂടി എടുക്കണം. കുട്ടികൾ 4 മണിക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൃപ പറഞ്ഞു നമുക്ക് വല്ല ബോണ്ട മാതിരിയോ അല്ലെങ്കിൽ പഫ്സ് മാതിരിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നാൾ മേടിച്ചൊരു മെഷീൻ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇന്ന് വേറൊരു പലഹാരം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തത് എന്താ വെച്ചാൽ 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, 2 സവാള, 2 തക്കാളി.
ഇനി എന്തൊക്കെ വേണ്ടിയിരുന്നു എനിക്കറിയില്ല. ഞാൻ അത് തോല് കളഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി കൃപ വന്നിട്ട് ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പം എടുക്കാം. അപ്പോൾ നമുക്കിത് ശരിയാക്കി വയ്ക്കാമെന്ന്. ഇത് ശരിയാവുമെന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഉണ്ടാക്കിയിട്ടില്ല, അത് ആകെ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതെ, കൃപ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് അർജൻറ്റായിട്ടൊന്ന് പോയി. അപ്പോൾ ഇത് എനിക്ക് ഈ പണി എനിക്ക് കിട്ടി. അപ്പോൾ ഇതിന് നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചു, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചു, ഇവിടെ തക്കാളി അരിഞ്ഞു വെച്ചു. ഞാൻ എൻ്റെ ഒരു ഐഡിയ ആയിട്ട് എടുക്കുന്നത്, എനിക്ക് കറക്റ്റ് അറിയൊന്നുമില്ല. ഞാൻ എൻ്റെ വക ഒരു മസാല ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇതിലേക്ക് കുറച്ച് മസാല, ഗരം മസാല, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, മഞ്ഞപ്പൊടി. എരിവ് കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഒരു പഫോ അല്ലെങ്കിൽ ഒരു ബോണ്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. നോക്കാം. പിന്നെ ഇവിടെ അടുപ്പത്ത് പൊട്ടറ്റോ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളി ഫ്രൈ ചെയ്യാൻ നോക്കാം. എന്തായാലും ഇത് കഴിയട്ടെ. അതെ, എൻ്റെ ഐഡിയ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ മെഷീനിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് അധികം ക്വാണ്ടിറ്റി അതിൽ കൊള്ളില്ല. അപ്പോൾ സാധാരണമാതിരി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ വെച്ചാൽ കൃപ കേട്ടോ ക്യാമറ എടുക്കണ. കൃപ പോയി വന്നു. നമ്മളിവിടെ പൊട്ടറ്റോ വേവിക്കാൻ വെച്ചിട്ടില്ല, അത് വെന്തിട്ടുണ്ട്. അത് വീസിലടിച്ചിട്ടുണ്ട് 2-3 എണ്ണം. അതെടുത്ത് അവിടെ ഇതാക്കാൻ എയർ പോകാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പാരുന്നു. വെളിച്ചെണ്ണ അധികം പാരണ്ടല്ലേ, കുറച്ച് പറഞ്ഞത്. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ വെളുത്തുള്ളി അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് തട്ടി. വെളുത്തുള്ളി അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കുത്ത് പോവില്ല. വെളുത്തുള്ളിയുടെ കുത്തൊന്നുമില്ല, അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ തല പോകും. വെളുത്തുള്ളി ഏകദേശം ഫ്രൈ ആയി. നമുക്ക് ഈ കുറച്ച് വെളുത്തുള്ളി ഫ്രൈ ആയി. ഇനി നമുക്ക് കുറച്ച് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള നമുക്ക് ഇടാം. എളുപ്പപ്പണി കൈ കൊണ്ട് ഇട്ടാണ്. കൃപേ മറ്റേ ഇതിലേക്കുള്ള മൈദ നല്ലതൊന്നുമല്ല കേട്ടോ ശരീരത്തിന്. പക്ഷേ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. മൈദ കൃപ അവിടെ ചെറിയ എന്താ പറയുക പരത്തി വെക്കാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞത്. ഫില്ല് ചെയ്യണല്ലോ. ശരി, കൃപ അവിടെ ക്യാമറ എടുക്കല്ലേ, അത് മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സവാള ഇട്ടു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. കറണ്ട് പോയോ? ഞാൻ സാധനം കളിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഇതല്ലേ? സർക്കസിലൊന്നും അല്ലാട്ടോ എനിക്ക് ജോലി. ഞാൻ ഇതിലേക്ക് നോക്കാതെ ജഗിൾ ചെയ്യും. ബെസ്റ്റ് മെയിൻ കുക്ക് ഞാനായി എന്നോടാ ചോദിക്കണേ. കറക്റ്റ് സമയത്ത് എനിക്കൊരു പണി കിട്ടി, അതാണ് ഞാൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ആള് നേരെ തിരിച്ചു വേഗം വന്നു, വേണ്ട പണി കൊടുത്തു. അത് എന്തായാലും വൈകിട്ട് തുടങ്ങി വെച്ചതിന് വൈകിട്ട് മുഴുമിച്ചോളൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഹലോ, സവാള ഏകദേശം അങ്ങനെ ഫ്രൈ ആയി. 3 മണി കേട്ടോ. അയ്യോ പിള്ളേരെ ഇപ്പോൾ പെട്ടെന്ന് 3:45 ആകുമ്പോഴേക്കും കുട്ടികൾ വരും. നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ട്. പൊട്ടറ്റോ എന്തായി? പൊട്ടറ്റോ വെന്തു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. ഞാൻ എപ്പോൾ ഉപ്പിട്ടാലും കയറും, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും ഉപ്പ് കൂടും കൃപ പരാതി പറയും. ബൈജോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉപ്പ് കൂടും പറയും. കേൾക്കണ്ടാ? കേൾക്കണില്ലേ പറഞ്ഞത്? മറ്റേ അന്ന് കാണിച്ചു കൊടുക്കച്ചാ അവിടെ മസിൽ പിടിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം.
ഇത് ഞങ്ങൾ ഗണേഷ് സ്റ്റോറിൽ നിന്നാണ് മഞ്ഞപ്പൊടി മേടിച്ചിട്ടില്ല കേട്ടോ, ഇവിടെ ഗുരുവായൂരിലെ. അവർ പൊടിച്ച് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ കെമിക്കൽ ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസമാണ്. കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടു, ഇളക്കി. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് പെരുംജീരകം ഇടാം. അതേമാതിരി കുറച്ച് ചെറിയ ജീരകം ഇടാം. മുളക് പൊടി അധികം ഉപയോഗിക്കണില്ല, പിള്ളേർക്ക് എരിവ് ഇഷ്ടമല്ല. പിന്നെ പേരിനൊരിത്തിരി കുരുമുളക് പൊടി ഇട്ടുണ്ട്, കുറച്ച്, വളരെ കുറച്ച്. പിന്നെ ഉള്ള എന്താ വെച്ചാൽ മസാല, ഗരം മസാല. ഇത് അമ്മ പൊടിച്ചാട്ടോ മസാല, ഇവിടെ ഉണ്ടാക്കുന്നതാ. കുറച്ച് മസാലപ്പൊടി ഇട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലല്ലേ. അങ്ങോട്ട് വരുന്നുണ്ടോ സ്മെല്ല് കൃപ? മസാലപ്പൊടി ഇട്ടാ നമ്മൾ പ്രത്യേകിച്ചും വീട്ടിൽ മസാലപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ല സ്മെല്ലും ഒക്കെ എല്ലാം കൂടുതൽ ഇതുണ്ടാവും. തൽക്കാലം ഇത്ര ചേർത്തുള്ളൂ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കും ലാസ്റ്റ്. ഇതിലേക്ക് തക്കാളി ഇടാം. അതോടെ തക്കാളി ഇട്ടു. തക്കാളി ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ പൊട്ടറ്റോ നമുക്ക് മാഷ് ചെയ്തെടുക്കാം. ഇത് കൃപയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ 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 എന്ന് പറയുമ്പോൾ കൃപ അവിടെ നിന്ന് ഇങ്ങനെ പീഡിപ്പിച്ച് നോക്കുന്നുണ്ട് തന്നെ. പൊട്ടറ്റോ മാഷ് ചെയ്തതിലേക്ക് ഞാനൊരു പണി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നാവുമെന്നും അറിയില്ല. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ സാധനവും എടുത്തിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇനി അത് നമുക്ക് ഇതിൽ ചേർക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് വരണം കേട്ടോ, വളരെ ടേസ്റ്റിന് മാത്രം ഇത്തിരി നെയ്യ്. ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതിലിട്ട് ഇതിൽ മസാല കുറച്ച് കുറവുണ്ടായത്, അപ്പോൾ ഞാൻ ഒത്തിരി മസാല കൂടി ചേർക്കുന്നുണ്ട്. ഈ മസാലപ്പൊടി കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാം. അങ്ങനെ എൻ്റെ ഫില്ല് ചെയ്യാനുള്ള മസാല ഇവിടെ ഉണ്ടാക്കി വെച്ചു. കൃപ ഇവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ വെച്ചാൽ അത് കുറച്ച് വലിപ്പം കൂടി കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. എന്ത് വലിപ്പം കൂടിയാലും നമ്മളിത് ഉള്ളിൽ വെച്ച് പരത്തി അങ്ങോട്ട് മടക്കുകയല്ലേ. സത്യമല്ലേ പറഞ്ഞത്? ഇതിലെന്തിനാ ഷേപ്പ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ അതിനുള്ളിൽ വെച്ച് ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് മടക്കി വെളിച്ചെണ്ണയ്ക്ക് ഇടുകയല്ലേ. അതെ, എന്നാലും ഒരു ബേസിക് ഷേപ്പ് വേണ്ടേ? ഏകദേശം വട്ടല്ലേ. അത് ഓസ്ട്രേലിയൻ ഭൂഗർ, ഞങ്ങളെ ഓസ്ട്രേലിയയുടെ ഇതായിട്ടുണ്ട്. ശരിക്കും നോക്കി കാണിച്ചേ. ഓസ്ട്രേലിയ കണ്ടോ? മാറ്റി ടെൻഷനായി ഗൈസ്. കൃപയ്ക്ക് വീഡിയോ എടുത്തപ്പോഴേ മറ്റേ കറക്റ്റ് ഒന്നും പരത്താൻ പറ്റാതെ ആകെ ടെൻഷനായി. പിന്നെ അമ്മ മസാല കാണാൻ പറഞ്ഞു വരുന്നുണ്ട്. അമ്മ ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കുമേ. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കും മസാല എങ്ങനെ. കുറച്ച് എടുക്കും, നമുക്ക് ഫില്ല് ചെയ്യണം. കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഞാൻ ഈ ഉണ്ടാക്കിയ മസാല കുറച്ച് കൃപയ്ക്ക് കൊടുത്തുട്ടോ. കൃപയ്ക്ക് വായിൽ വെച്ച് കൊടുത്തു. ശരിക്കും ഉണ്ടായിരുന്നു, മസാല ഉണ്ടായിരുന്നു ഇല്ലേ? അത് കഴിച്ചിട്ട് പറയൂ. കഴിച്ചിട്ട് പറയൂ.
അടിപൊളിയല്ലേ? അങ്ങനെ എനിക്കും കുക്ക് ചെയ്യാൻ അറിയുമെന്ന് തെളിയിക്കുകയാണ് ഞാൻ. ഇനി ബൈജേട്ടൻ തന്നെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമുക്കേ ഇതിലേക്ക് മസാല വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം ഓരോന്നായിട്ട്. വലിപ്പം മതി, അത് മതി, ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചുകൂടെ വലുതാക്കണോ? ഇത് മതി, കുറച്ചുകൂടി കൊടുക്കണേ. മതി മസാല മതി. മസാല കുറച്ച് മതി അല്ലേ? പിന്നെ നമുക്കിത് വലിപ്പം പാകാണോ? അല്പം പാകാക്കാം. വലുതാക്കണേ? വലുതാക്കാം. വേണ്ട വേണ്ട, സൈഡ് ഒട്ടിക്കണ്ടേ? ചെറിയ പഫ്സുകളൊക്കെ എടുക്കാം. മറ്റേ ചെറുതായോ? ഇല്ലേ, അതമ്മ ചെയ്യും. അതമ്മ ചെയ്യും. അമ്മയ്ക്കൊരു പ്രശ്നമുണ്ട്, എന്താ അറിയോ? അമ്മ കുക്ക് ചെയ്യുകയാണെങ്കിൽ അമ്മ മാത്രമേ കുക്ക് ചെയ്യുള്ളൂ, ഒരാളെയും പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. മറ്റുള്ളവർ കുക്ക് ചെയ്യുകയാണെങ്കിൽ അമ്മ ഒന്നും ചെയ്യില്ല. അതാണ് അമ്മേൻ്റെ പ്രത്യേകത. ഇത് കുട്ടികൾ കഴിക്കുന്നു വിചാരിക്കണം കേട്ടോ. എരിവൊന്നും ഇട്ടില്ല. എരില്ലല്ലോ കൃപ? അത് കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ, നമുക്ക് കഴിക്കാം. നീ പിക്ക് ചെയ്യോ പോയിട്ട്? നമുക്കങ്ങനെ ഇതെല്ലാം മടക്കിയെടുക്കാം. നമുക്കിതിലേ വറുത്തെടുക്കാൻ കുറച്ച് വെളിച്ചെണ്ണ പാര. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് നോക്കാം. അത് എങ്ങനെ ഉണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നോക്കാം. ഈ മില്ലില് 2-3 പാത്രത്തിലാക്കി വെക്കും. ഇവിടെ അതില്ലേ, ഒറ്റ പാത്രത്തിലേക്കേ വരുള്ളൂ ഇല്ലേ വെളിച്ചെണ്ണ. പുളി കണ്ടാൽ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ഒന്നുകൂടി മറക്കണം, വെള്ള കളറായത്. ആണോ? അത് അതെ, ഭയങ്കര ഭയങ്കര ചുള്ളു വെന്തോ നോക്കിയോ കൂട്ടോ? ഉണ്ട്, വെന്തുണ്ട്. അതല്ല ഈ സാധനം കോട്ടിങ് അല്ലെങ്കിൽ വയറുവേന എടുക്കോ? ഇത് മൈദ വെന്തില്ലേ? വെന്തുണ്ട്. മൈദ വന്നിട്ടില്ലേ? അങ്ങനെ ബൈജൂസ് പഫ്സ് റെഡി ആയിരിക്കുന്നു. ഓക്കെ, അടുത്ത ബാച്ച് ഇടാം. ഈ ഒഴിച്ചെണ്ണ ഞാൻ ഈ ബസ് സ്റ്റോപ്പിക്ക് പോട്ടെ കേട്ടോ. കൃപ കുട്ടികളെ ഇറക്കാൻ പോവാ. മൈക്ക് വെച്ച് ഊർവ. ഞാൻ അവിടെ പോവാ. അങ്ങനെ കുട്ടികൾ വരുന്നതിന് മുന്നേ നല്ല മൊരിഞ്ഞ പഫ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൃപ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിക്ക് പോയതാ. ദേ പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് ഇവിടെ എത്തി. ആണ്ടോ, വന്നപ്പോൾ തന്നെ ഭയങ്കര ബഹളായി. അമ്മൂസേ, അമ്മൂസേ, അമ്മൂസേ,
ധ്രുവിന്റെ കാലിന് എന്തോ എറുമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. കാല് വീങ്ങിയിട്ടുണ്ട്. പിന്നെന്താ അടിച്ചേ? പിന്നെന്താ അടിച്ചേ? അമ്മൂസിലാ കഴിക്കാൻ വാ, രണ്ടുപേരും കൈ കഴുകി വരൂ. ആ അമ്മോ നോക്കേ, പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛൻ. പിള്ളേരൊക്കെ പപ്സ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. കൃപോട് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അച്ഛൻ ഇഷ്ടമായി അമ്മൂനെയാ? ആരുണ്ടാക്കി തന്നേ? ആരാ പപ്സ് ഉണ്ടാക്കി തന്നേ? അച്ഛൻ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. താങ്ക് യു. ബൈ.